നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വറുത്തരച്ച ചൂരമീൻ കറിയാണ്. നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് പണ്ട് ചൂരമീൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ഈ മീൻ വാങ്ങാറേയില്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് വന്ന് ഇവിടുത്തെ ആ കറി കഴിച്ചു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ അത് വെക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ ഒന്നും വെച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല. വളരെ കുറച്ച് തേങ്ങ ഇട്ട് വറുത്തരച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ഉണ്ട മുളകുണ്ട്, അതിനിവിടെ തൊണ്ടമുളക് എന്നാ പറയാ. അതും വേണം. അതും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചി നമ്മുടെ ഈ കറിക്ക് ഉണ്ടാവുക. എനിക്ക് ഈ റെസിപ്പി തന്നത് നമ്മുടെ റെസ്റ്റോറന്റ് ഓണർ പ്രതിഭയാണ് കേട്ടോ, എന്റെ കൊളീഗാണ്. എനിക്ക് ആദ്യം റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരു രുചി ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ. രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. മൂന്നാമത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ കുറച്ചങ്ങ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എനിക്ക് മല്ലിപ്പൊടിയൊക്കെ മീൻകറിയിൽ ഉപയോഗിക്കുന്നതിനോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മല്ലിപ്പൊടി മീൻകറിക്ക് ചേരില്ല എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഇടുള്ളായിരുന്നു. അതിപ്പോ പറഞ്ഞ അളവിൽ നിന്നും വളരെ കുറച്ചേ ഇടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് എത്തില്ലായിരുന്നു. ആ എടുക്കുന്ന അതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രൊപ്പോർഷനൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല ആ രുചിയുള്ള മീൻകറി നമുക്ക് കിട്ടും. അപ്പൊ ആ മീൻകറിയാണ് ഞാനിന്നിപ്പോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച ചൂര മീൻകറി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന്. 1/4 കിലോ ചൂരമീനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഈ ഒരു വലുപ്പത്തിൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് മീനിന് വേണ്ട മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതായിട്ടങ്ങ് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 2ആയിട്ടൊക്കെ മുറിച്ചാൽ മതി. ഇനി വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നീളത്തിൽ മുറിച്ചതാണേ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളി ഒന്ന് ഇളകി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിനി ഓഫ് ആക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനേ. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഡാർക്ക് കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് തേങ്ങ മതി. അധികം തേങ്ങ ആയിക്കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. തേങ്ങ പേരിന് മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ നമുക്ക് വാളംപുളി വേണേൽ ഉപയോഗിക്കാം, കുടംപുളിയും വേണേൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വാളംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ആ പുളി അങ്ങ് അരച്ചെടുക്കണം. ഇപ്പോൾ അങ്ങ് ഇട്ടാൽ മതി. കുടംപുളി ആണെങ്കിൽ നമ്മൾ ഗ്രേവി തിളയ്ക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കാം. ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. വേറൊരു ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തണുത്ത് കിട്ടുകയില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടത് ഇത് തൊണ്ടൻ മുളക് എന്ന് പറയുന്നൊരു മുളകാണ്. ഈ മുളകിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കറിയിലിടുന്ന സമയത്ത്, മീൻ കറിയിലിടുന്ന സമയത്ത്. അപ്പോൾ ഇത് ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു 4-5 കഷ്ണം മുരിങ്ങക്ക, പിന്നെ ഒരു തക്കാളി നീളത്തിൽ 6ആയിട്ട് മുറിച്ചതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മുരിങ്ങക്ക മുറിച്ചതിട്ടിട്ടുണ്ട്, തക്കാളി മുറിച്ചതും, പിന്നെ തൊണ്ടമുളകില്ലേ അത് മുറിച്ചതും, പിന്നെ 2 പച്ചമുളക് മുറിച്ചതും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് 2-3 മിനിറ്റ് വഴച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റുന്നത്. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല.
ഇതിപ്പോൾ എല്ലാം കൂടെ ഞാനൊരു 3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സിമ്മാക്കി വെച്ചിട്ട് നമ്മുടെ അരപ്പില്ലേ അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല കറിയിൽ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാവുള്ളൂ. ഗ്രേവി ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടായാൽ മതി. ഒരുപാട് അങ്ങ് ഇരുന്ന് വറ്റുമൊന്നുമില്ല. ഇതിലേക്ക് 2 കഷ്ണം കുടംപുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളക്കട്ടെ നന്നായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഉപ്പും വിനാഗിരി ഇട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ചൂര മീനിനൊരു സ്മെല്ലായിരിക്കും കറി വെച്ച് കഴിയുമ്പം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കറി വെക്കണേ. നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്. വീട്ടിൽ മുഴുവൻ നല്ല മണമാണുള്ളത്. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത്. ഇതുണ്ട്, ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കണ്ട, കാരണം പച്ചക്കറിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല കുറുകി തന്നെ നമ്മൾ ഗ്രേവി ആക്കിയിട്ട് വെച്ചാൽ മതി. കാരണം പച്ചക്കറിയിലുള്ള വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായിപ്പോൾ. അപ്പോൾ നല്ല കൊഴുത്ത് കുറുകിയിരിക്കുന്ന ഒരു കറി ആയിരിക്കണേ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വറ്റി ഇങ്ങനെ ബബിൾസ് പോലെ അങ്ങ് ഒരു തിളയുടെ ആ ഒരു സ്റ്റൈൽ അങ്ങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഓഫാക്കിയിട്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട്, ഒരു ടിപ്പാണിത്. നമുക്ക് ഓഫാക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരു നുള്ള് പച്ചമല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു മണമൊക്കെ ഇരുന്ന് അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. കറിയിലൊക്കെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. നല്ല കാണാനും ഭംഗിയുള്ളൂ, ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ കുടംപുളി ഇട്ട് വറുത്തരച്ച് വെച്ച ചൂരമീൻ കറി. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചൂരമീൻ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ കുറച്ചൊന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം കേട്ടോ. പിന്നെ മീൻ ഉപ്പും വിനീഗറും ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.